ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ഒരു മതത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൊറാസ്ട്രിയനിസത്തിനെ കുറിച്ച്? പേർഷ്യയിൽ വളരെ പ്രാചീനമായി നിലനിന്നിരുന്ന ഒരു ഏകദൈവ വിശ്വാസമുള്ള മതമായിരുന്നു സൊറാസ്ട്രിയനിസം. അവരുടെ ദൈവമായി കണക്കാക്കിയിരുന്നത് അഹുറ മസ്തയെയാണ്. അഹുറയ്ക്കെതിരായി നിലനിന്നിരുന്ന തിന്മയുടെ ശക്തിയാണ് അഗ്രജൈനു. അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കുന്നത് എവസ്ത എന്ന സൊറാസ്ട്രിയൻ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. നന്മയുടെ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മതമാണ് സൊറാസ്ട്രിയനിസം. അഗ്നിയെ വളരെ വിശുദ്ധമായാണ് അവർ കണക്കാക്കിയിരുന്നത്. ദൈവത്തിന്റെ വെളിച്ചമായും അറിവായും വിശുദ്ധിയുടെ പ്രതീകവുമായൊക്കെയാണ് അഗ്നിയെ അവർ കണ്ടിരുന്നത്. ആര്യന്മാരിൽ നിന്നാണ് ഹിന്ദുയിസവും സൊറാസ്ട്രിയനിസവും ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ആര്യന്മാരുടെ പിന്മുറക്കാർ പേർഷ്യയിലും ഇന്ത്യയിലുമായി കുടിയേറി താമസിക്കുകയാണ് ചെയ്തത്. സൊറൈസ്റ്റർ ആണ് അവരുടെ ആത്മീയ ഗുരുവായി കണക്കാക്കപ്പെടുന്നത്. സൊറാസ്ട്രിയൻ വിശ്വാസപ്രകാരം ആശ, അതായത് നന്മയും അല്ലെങ്കിൽ ദ്രുജ് അഥവാ തിന്മയിലും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് മനുഷ്യ മനസ്സിന് കഴിയുമെന്നാണ് പറയുന്നത്. നന്മയും തിന്മയും മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നതെന്നാണ് ഇതിലൂടെ പറയുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന സൈറസിന്റെ അതേ കാലഘട്ടത്തിലാണ് സൊറൈസ്റ്ററും ജീവിച്ചിരുന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. തന്റെ 30-ാം വയസ്സിലാണ് സൊറൈസ്റ്റർക്ക് ദൈവദർശനം ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. സൊറൈസ്റ്റ്രിയൻ ആരാധനാലയങ്ങൾ അഗ്നിക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഫയർ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ അഗ്നിക്ഷേത്രത്തിലും ഒരിക്കലും അണയാത്ത അഗ്നി അടങ്ങിയിരിക്കുന്നെന്ന് പറയപ്പെടുന്നു. 3 പ്രധാനപ്പെട്ട പുരാതന അഗ്നിക്ഷേത്രങ്ങളും അവരുടെ ദൈവമായ അഹൂറ മസ്തയിൽ നിന്ന് നേരിട്ട് വന്നതായാണ് കരുതുന്നത്. 1990-ൽ റഷ്യൻ ആർക്കിയോളജിസ്റ്റുകൾ സൊറാസ്ട്രിയൻ ഫയർ ടെമ്പിളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പേർഷ്യയിൽ 3 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളുടെ ഭരണസമയത്താണ് സൊറാസ്ട്രിയനിസം പ്രധാനമായും നിലനിന്നിരുന്നത്. സൈറസ് എന്ന രാജാവിന്റെ സമയത്തും പാർത്തിയൻ, സസാനിയൻ എന്നീ സാമ്രാജ്യങ്ങളുടെ സമയത്തും സൊറാസ്ട്രിയനിസം ആയിരുന്നു അവരുടെ രാജ്യത്തിന്റെ മതമായി കണക്കാക്കിയിരുന്നത്. സൊറാസ്ട്രിയനായിരുന്നെങ്കിലും താൻ കീഴടക്കിയ രാജ്യങ്ങളിലൊന്നും തന്നെ സൈറസ് തന്റെ മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് മറ്റൊരു ശ്രദ്ധേയ കാര്യമാണ്. സൊറാസ്ട്രിയൻ വിശ്വാസത്തിന്റെ പുരാതന പ്രതീകമാണ് ഫറവാഹർ. താടിയുള്ള ഒരു കൈ മുന്നോട്ട് നീട്ടിയിരിക്കുന്നവരായാണ് ഫറവാഹറെ ചിത്രീകരിച്ചിരിക്കുന്നത്. നിത്യതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വൃത്തത്തിൽ നിന്ന് നീട്ടിയിരിക്കുന്ന ഒരു ജോഡി ചിറകുകൾക്ക് മുകളിലായാണ് അവർ നിൽക്കുന്നത്. സൊറാസ്ട്രിയനിസത്തിൽ അഗ്നിയോടൊപ്പം ജലത്തെയും പരിശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. സ്കൈബറിയൽ അല്ലെങ്കിൽ ദഗ്മ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ശവസംസ്കാര രീതിയാണ് അവർ പിന്തുടർന്നിരുന്നത്. കഴുകന്മാർ പോലുള്ള ജീവികൾക്കായി മൃതദേഹം ടവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. കഴുകന്മാരുടെ എണ്ണത്തിൽ വൻതോതിലുണ്ടായ കുറവ് മൂലം ഈ രീതി ഇപ്പോൾ പിന്തുടരാറില്ല. ഒരിക്കൽ ദശലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്ന ലോകത്തിലെ മൊത്തം സൊറാസ്ട്രിയൻ ജനസംഖ്യ ഇപ്പോൾ വളരെ ചുരുക്കം മാത്രമാണ്. നന്മയെ പ്രതിനിധാനം ചെയ്യുന്ന അഹുറയും തിന്മയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവയുമായി ഈ വിശ്വാസം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 8-ാം നൂറ്റാണ്ടിൽ സൊറാസ്ട്രിയനിസത്തിലെ ഒരു വിഭാഗം വരുന്ന ആളുകൾ ഇന്ത്യയിൽ കുടിയേറി പാർക്കുകയും അവർ പാഴ്സി എന്നറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു മതത്തിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.